ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ 2 ദിവസമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ബിഗ് ബോസിൻ്റെ കൊട്ടും എന്താ പറയുക എല്ലാം കഴിഞ്ഞു അല്ലേ? യുദ്ധം കഴിഞ്ഞു, വലിയൊരു യുദ്ധം കഴിഞ്ഞ പോലെയായി. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരെ ഇൻ്റർവ്യൂ ഇങ്ങനെ കാണുകയാണ്. അടിപൊളി ഇൻ്റർവ്യൂ കൊടുത്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ വിത്ത് ജിൻഡോയുടെ ഫുൾ ഇൻ്റർവ്യൂ അല്ല, ആ ഒരു കുറച്ച് ഷോർട്സ് ആയിട്ടാണ് കണ്ടത്. അടിപൊളി, ജെന്യൂൻ പേഴ്സൺസ്, റിയലി ജെന്യൂൻ പേഴ്സൺ. ഐ ലൈക്ക് ദാറ്റ്. ബിക്കോസ് അഭിഷേകിനോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും അത്രയും ജെന്യൂനായിട്ട് അവർ പറയുന്നുണ്ട് മറുപടി അല്ലേ. അതുപോലെ തന്നെ ജിൻഡോയോട് ചോദിച്ചതും ആരോടും വ്യക്തിപരമായ ദേഷ്യമില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരുടെ ഇൻ്റർവ്യൂ, റസ്മിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടു, ഭയങ്കര. പിന്നെ ജാസ്മിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടില്ല. എന്ത് തന്നെയായാലും നമ്മുടെ കഷ്ടപ്പാട്, നമ്മൾ ആ പരിശ്രമിച്ചത് ജയിച്ചു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് PR വർക്കാണെന്ന്. ഞാനൊന്നും ആദ്യമായിട്ട് കാണുന്നത് തന്നെ ജിൻഡോനെ നമ്മുടെ ഈ ഷോയിൽ വരുമ്പോഴാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ ആദ്യമായി അറിയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഒന്ന് നോക്കിയത് പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മളേക്ക് PR എന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എത്ര രൂപയാണ് വാങ്ങിയേ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എത്ര രൂപ വാങ്ങാനാ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വോട്ട് കൊടുക്കുമ്പോൾ മറ്റുള്ളവരോടൊന്നും വാങ്ങുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, വീട്ടിലൊക്കെ കുറേ നിനക്കിത് പ്രാന്താണ്, നിൻ്റെ പുറകെ പോകണ്ട, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. പക്ഷേ ഒരിക്കലും PR വർക്കല്ല. ജനഹൃദയങ്ങളിൽ ഇടം നേടി തന്നെയാണ് അദ്ദേഹം ജയിച്ചത്. വളരെ സന്തോഷം. പിന്നെ ജയിക്കട്ടെ, എന്നും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ പൂവണിയട്ടെ. അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കല്യാണം കഴിച്ച് അദ്ദേഹം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് എല്ലാം നന്മയ്ക്കായി വരട്ടെ അല്ലേ. അപ്പം നമുക്ക് ആശംസിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.